ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ തകർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിക്കുകയാണ്. ഇറാൻ തകർന്നാൽ അത് വൻ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഈ ആഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനു നേരെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാൻ ഇനി എന്തു ചെയ്യും എന്നതിനേക്കാൾ പശ്ചിമേഷ്യ ഇനി എന്തായി തീരുമെന്നതാണ് ഏവരെയും അലട്ടുന്ന ഒരു ചോദ്യം. അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്ന ഭരണകൂടമാറ്റം അത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തിരഞ്ഞെടുത്തു. ഇതുവരെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് പുരോഹിതനായ അലിറേസ അറാഫി എന്നിവരടങ്ങുന്ന 3 അംഗ താൽക്കാലിക നേതൃസമിതി ഔദ്യോഗിക ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു വരികയായിരുന്നു. പുതിയ ഭരണ സംവിധാനത്തിൽ ഏറ്റവും നിർണായകമാകുക ഇറാന്റെ സുരക്ഷാ ചട്ടക്കൂടാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെറുമൊരു സൈനിക വിഭാഗമല്ല. ഇത് ആർട്ടേഷ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇറാന്റെ പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കുന്നതിനും പരമ്പരാഗതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആർട്ടേഷ് ഉത്തരവാദിയായിരിക്കുമ്പോൾ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമാണ് IRGC രൂപവൽക്കരിക്കപ്പെട്ടത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ കാത്തുസൂക്ഷിക്കുക, അട്ടിമറികൾ തടയുക, സങ്കീർണമായ യുദ്ധമുറകൾ, മിസൈൽ വികസനം, ആഭ്യന്തര സുരക്ഷ, കൂടാതെ ഹിസ്ബുള്ളയെ പോലുള്ള പ്രാദേശിക സംഘങ്ങൾക്കുള്ള പിന്തുണ നൽകൽ തുടങ്ങിയ വിപുലമായ ഉത്തരവാദിത്വങ്ങൾ ഈ സേനയ്ക്കുണ്ട്. പുതുതായി ആര് അധികാരത്തിൽ വന്നാലും അവർക്ക് ഈ സൈന്യത്തിന്റെ പിന്തുണയോ അല്ലെങ്കിൽ എതിർപ്പില്ലാത്ത അവസ്ഥയോ ആവശ്യമാണ്. ഈ സൈനിക വിഭാഗം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിട്ടാലും പഴയ രീതിയിലുള്ള ഭരണം തന്നെ തുടരാൻ സാധിക്കും. ഇറാൻ വല്ലാതെ ദുർബലമായാൽ ആ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ശ്രമിക്കും. ഗൾഫ് മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കുന്ന പ്രധാന ശക്തിയായി സൗദി അറേബ്യ സ്വയം അവതരിപ്പിക്കും. മേഖലയിലെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഊർജ്ജ നിലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സൗദി മുൻകൈയെടുക്കും. ഒരു രാജ്യമെന്ന നിലയിലുള്ള ഇറാനെയല്ല സൗദി ഭയപ്പെടുന്നത്. നിയന്ത്രണമില്ലാത്തതും മുറിവേറ്റതുമായ അവസ്ഥയിലുള്ള ഇറാൻ നടത്തുന്ന അപ്രതീക്ഷിത ആക്രമണങ്ങളെയും അത് വിപണിയിലുണ്ടാക്കുന്ന പരിഭ്രാന്തിയെയുമാണ്. തുർക്കി തങ്ങളുടെ ശ്രദ്ധ വടക്കോട്ടും കിഴക്കോട്ടും കേന്ദ്രീകരിക്കും. അതായത് ഇറാഖ്, സിറിയ അതിർത്തികൾ, കുർദിഷ് രാഷ്ട്രീയം എന്നിവയിൽ. ഇറാന്റെ ശ്രദ്ധ മാറുമ്പോൾ തങ്ങളുടെ സുരക്ഷാ മേഖലകൾ വ്യാപിപ്പിക്കാനും ചർച്ചകൾ വിലപേശ ശേഷി വർദ്ധിപ്പിക്കാനും തുർക്കിക്ക് കൂടുതൽ അവസരം ലഭിക്കും. കൂടാതെ മേഖലയിലെ പ്രധാന നയതന്ത്ര ഗതാഗത കേന്ദ്രമായി മാറാനും തുർക്കി ശ്രമിക്കും. ചെങ്കടലിലെയും സുവേസ് കനാലിലെയും സാമ്പത്തിക സുരക്ഷയിലായിരിക്കും ഈജിപ്തിന്റെ പ്രധാന ശ്രദ്ധ. അതോടൊപ്പം പശ്ചിമേഷ്യയുടെ ഭാവി അമേരിക്കയും ഇസ്രായേലും മാത്രം തീരുമാനിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകളിൽ ഒരു പ്രധാന സ്ഥാനം നേടാനും ഈജിപ്ത് ശ്രമിക്കും. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തകർച്ച എന്നാൽ സമാധാനം എന്നല്ല അർത്ഥം. അതൊരു വലിയ മാറ്റത്തിനും മത്സരത്തിനുമാണ് വഴി തുറക്കുന്നത്. ഇറാഖിലും ഗൾഫ് മേഖലയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കിടയിലും ഇത് പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. ലോക സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തന്നെ കടുത്ത സമ്മർദ്ദത്തിലായി കഴിഞ്ഞു. എണ്ണവിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം ആർക്കും പ്രവചിക്കാനാകില്ല. വർധന ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെയാണ് ആദ്യം ബാധിക്കുക. ഊർജ്ജ പ്രതിസന്ധിയും വൻ ശക്തികൾ തമ്മിലുള്ള മത്സരവും ചേർന്ന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറാവുന്ന ഘട്ടത്തിലാണ് ഇന്ന് പശ്ചിമേഷ്യ. ഇറാൻ ക്രമബദ്ധമായ ഒരു മാറ്റത്തിലേക്ക് കടക്കുമോ അതോ മേഖലയാകെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അസ്ഥിരതയിലേക്ക് വീഴുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.